കുട്ടികളെ, നമ്മളിനി ഈ പോയുണ്ടല്ലോ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസ്കസ് ആൻഡ് റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം. നോട്ട്സ് ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. കൃത്യമായിട്ട് പഠിച്ചെഴുതിനെ പറ്റും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, നോക്കാം. നമുക്ക് ചിലത് ഈ ബ്രാക്കറ്റിലിട്ടത് നിങ്ങൾ എഴുതണ്ട, അല്ലാത്തത് എഴുതിയാൽ മതി. വളരെ ഈസിയാണ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ നേച്ചർ പോയം. പ്രകൃതിയെക്കുറിച്ച് പറയുന്ന കവിതയാണെന്ന് പറഞ്ഞല്ലോ. ബൈ ദ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, എളുപ്പല്ലേ? അടുത്തത് വേണ്ട, ആ ബ്രാക്കറ്റുള്ളത് വേണ്ട. The poem describes the mixed feelings of the poet. സമ്മിശ്രമായ കവിയുടെ വികാരങ്ങളാണ് ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. He feels the pleasure, സന്തോഷം പങ്കുവയ്ക്കുന്നു, and peace in nature, പ്രകൃതിയിലെ സമാധാനവും സന്തോഷവും പങ്കുവയ്ക്കുന്നുണ്ട്. വേർഡ്സ്വർത്ത് അനുഭവിക്കുന്നുണ്ട്. At the same time, അതേസമയം he grieves, അദ്ദേഹം വിലപിക്കുന്നു. The destructive attitude, നശീകരണ പ്രവണത of human beings, മനുഷ്യരുടെ. ഓക്കെ, അടുത്ത പാരഗ്രാഫായിട്ട് he uses various poetic devices. അതാണ് ഈ നോട്ട്സ് ഓഫ് അപ്രീസിയേഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകളെ കുറിച്ച് എഴുതണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. He uses various poetic devices. Poetic devices എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് കവിതയിൽ ഉൾപ്പെടുത്തുന്ന കുറേ സാമഗ്രികൾ എന്ന് വെച്ചാൽ അലങ്കാരങ്ങൾ. To make the poem beautiful. ഈ കവിതയെ എങ്ങനെ കൂടുതൽ സൗന്ദര്യപൂർണമാക്കാം, അതിനു വേണ്ട എല്ലാ സാഹിത്യ ഭാഷകളും സാഹിത്യ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുക, എക്സാമ്പിൾസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സണിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വസ്തുവിന്, അല്ലെ, മനുഷ്യനല്ലാത്ത ഒരു വസ്തു, അതിന് മാനുഷിക സ്വഭാവ സവിശേഷ ഗുണങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പറയുന്ന രീതിക്കാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. സച്ച് ആസ് കണ്ടില്ലേ, വെരി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഈ ഓരോ പൂക്കളും അത് ശ്വസിക്കുന്ന പിന്നെ ആ എയർ ഉണ്ടല്ലോ, അത് ഓരോ പൂക്കളും ആസ്വദിക്കുന്നു എന്ന് പറയാണ്. അതൊക്കെ ഒരു മനുഷ്യന് ഉള്ള കഴിവുകളല്ലേ, ഗുണങ്ങളല്ലേ, അത് ഈ പൂക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ആൻഡ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ. ശരിയല്ലേ? നേച്ചേഴ്സിന്റെ ഹോളി പ്ലാൻ. മനുഷ്യരൊക്കെ ഓരോ പ്ലാനുകൾ ഉണ്ടാക്കും. അതുപോലെ പ്രകൃതിക്ക് ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയാണ്, ഒരു പദ്ധതി ഉണ്ടെന്ന് പറയാണ്. അതും ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള സ്വഭാവം പകർന്നു കൊടുക്കലല്ലേ, അതിനെയാണ് പേഴ്സണിഫിക്കേഷൻ എന്ന് പറയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ടു ഹെയർ ഫെയർ വർക്ക്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ എടുത്തു തന്നില്ലേ, ഫെയർ വർക്ക്സ്. ടു ഹെയർ ഫെയർ വർക്ക്സ്, അവളുടെ ഫെയർ വർക്ക്സ്. പ്രകൃതിയെ കുറിച്ചാണ് പറയണത്. പ്രകൃതിയെ അവളുടെ എന്ന് പറയുന്നു. ശരിയല്ലേ? അതും പേഴ്സണിഫിക്കേഷന്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, പിന്നെ നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ആഡ് ബ്യൂട്ടി ടു ദ പോയം. ഇതൊക്കെ കവിതയ്ക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നതാണ്. ഹി ലാവിഷ്ലി, യഥേഷ്ടം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, ലാവിഷായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിഷ്വൽ ഇമേജറീസ് ത്രൂ ഔട്ട് ദ പോയം. ഈ കവിതയിൽ ഉടനീളം വിഷ്വൽ ആയിട്ടുള്ള കുറേ സംഗതികൾ ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള വിഷ്വൽസ് ഉണ്ട്, അല്ല വിഷ്വൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജറി ഉണ്ട്. ഒന്ന് വിഷ്വൽ ഇമേജറി ഉണ്ട്, രണ്ട് ഓഡിറ്റോറി ഇമേജസ് ഉണ്ട്. നോക്കാം. ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ്. അത് വിഷ്വൽ അല്ലേ? തനിക്ക് ചുറ്റുമുള്ള കാക്കകള് ചാടി പറക്കുന്നതൊക്കെ അദ്ദേഹം കാണുന്നു. അത് വിഷ്വലായിട്ട് കാണുന്നതല്ലേ? പിന്നെ ദ ബഡ്ഡിംഗ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. ഈ വൃക്ഷത്തിന്റെ ബഡ്ഡിംഗ് ശിഖരങ്ങള് അതിങ്ങനെ അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ വിടർത്തി വിരിയിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ വിഷ്വലല്ലേ, ദൃശ്യഭംഗിയല്ലേ അതെല്ലാം.
അതാണ് ഇമേജറി, വിഷ്വൽ ഇമേജറി. ഓക്കെ, ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജറി. ഓക്കെ, ഐ ഹേർഡ് 1,000 blended notes. 1000 സമ്മിശ്ര സംഗീത ശബ്ദങ്ങള് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ അത് ഓഡിറ്ററി അല്ലേ, കേൾക്കുന്നതല്ലേ. ഇതൊക്കെ എന്താണ് മക്കളെ? അതൊക്കെ ഓഡിറ്ററി ഇമേജസുകളാണ്. വിഷ്വലും ഓഡിറ്ററിയും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വി സീ ദ ബ്യൂട്ടി ഓഫ് എൻ ഓഡിറ്ററി ഇമേജ്. ഇതിലെല്ലാം നമ്മൾ ഓഡിറ്ററി ഇമേജ് കാണുന്നു. ദ യൂസ് ഓഫ് അല്ലിറ്ററേഷൻ ഉണ്ട്, അനുപ്രാസം അല്ലേ, പ്രാസം ഒപ്പിച്ച് പറയാ. ഇൻ ദ ലൈൻ ഏതിലാണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അവിടെ മാൻ കണ്ടില്ലേ, എം, മെയ്ഡ്, മാൻ അല്ലെ. ഇതൊക്കെ പ്രാസം ഒപ്പിച്ച് പറയുന്നതാണ്. ഇതൊക്കെ അല്ലിറ്ററേഷന്റെ ഉദാഹരണങ്ങളാണ്. മേക്സ് ദ ലൈൻ മോർ അപ്രീഷിയബിൾ. അതാണ് ഈ കവിതയെ കൂടുതൽ അപ്രീഷിയബിൾ ആക്കുന്നത്. പിന്നെ ഈ വരി ഇമ്പോർട്ടന്റ് ആണ്. ദ റൈം സ്കീം followed is ABAB. എങ്ങനെയാണ് ABAB വന്നതെന്നറിയാലോ? ഇവിടെ വരെ നോക്കിയാൽ മതി, അതിനുശേഷമുള്ള എഴുതണ്ട. ഇത്ര എഴുതി കഴിഞ്ഞാൽ മുഴുവൻ മാർക്ക് കിട്ടും. ഇത് പരീക്ഷയ്ക്ക് വരുമോ? ഉറപ്പല്ലേ. ഇത് പഠിക്കാണ്ട് പറ്റുമോ? പഠിക്കാണ്ട് പറ്റില്ല. അപ്പൊ ഇന്ന് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ഇന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ നാളെ പറയാം, അതെങ്ങനെയാണ് എപ്പോഴാണ് ഇത് കൃത്യമായിട്ട് എനിക്ക് എഴുതി തരേണ്ടതെന്ന് പറയാം. മക്കള് എഴുതണം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു ഇല്ലേ, ഇന്നലെ സ്റ്റെഫിൻ സണ്ണി അതിന്റെ വ്യക്തമായ ഒരു വരവറിയിച്ചു ഇല്ലേ, ശരിയല്ലേ? അതുപോലെ എല്ലാ കുട്ടികളും നല്ല മിട്ടുകോട് കൂടി മാഷ്കുന്തരെ അല്ലേ, അതൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യണം. കുട്ടികളുടെ കഴിവുകളൊക്കെ, ഇതൊക്കെ സർഗവാസനകളാണ് കുട്ടികളുടെ. സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്ന എല്ലാ ചേരുവകളുണ്ട് ഈ സരസ്വതിയില്, മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു.